ഞാൻ വിശ്വസിക്കുന്നു എന്ന് യേശുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ അന്ധന്റെ വിശ്വാസ പ്രഖ്യാപനം ഇതാ നമ്മുടെ സഹോദരങ്ങൾ ഒരു സ്കിറ്റിലൂടെ നമ്മളെ കാണിക്കുന്നു. സഹൃദയരെ, വിശ്വസ്നേഹത്തിന്റെ പൊന്മണി വീണയിൽ വിസ്മയഗീതമുയർത്തിയ വിശ്വശില്പിയുടെ പാദാന്തികത്തിലും വിശ്വാസികളായി നിങ്ങളുടെ മുന്നിലും ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: ജീസസ് സുനിൽ ചാക്കോ, അന്തൻ സജി പുളിക്കീൽ, പൗരമുഖ്യൻ കുര്യൻ തോമസ്, പുരോഹിത പ്രമുഖൻ ജോൺസൺ എബ്രാഹാം, കാര്യസ്ഥർ സുനിൽ ജോസഫ്, ഷിജോ മാത്യു, ന്യായാധിപൻ അജി വർഗീസ്, പെൺകുട്ടി സ്റ്റെഫി മരിയ സജി, ഡാൻസേഴ്സ് അന്ന മരിയ ബൈജു, ഇസ എൽസ എബി, ഐറിൻ ആൻ തോമസ്, മാന്യ ബെഞ്ചമിൻ. അവർ സ്റ്റുഡിയോ ജിംഗിൾ സ്റ്റുഡിയോ. നാടകരചന ജോസഫ് പാണാടൻ. സംവിധാനം സജി പുളിക്കീൽ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ നഗരത്തിൽ ജെറൂസലേമിലെ അതിപുരാതനമായ ഒരു ദേവാലയത്തിന്റെ പ്രധാന പടിവാതിൽക്കലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
നാഥനായ എന്നെ സഹായിക്കണേ. നിങ്ങളുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിലേ എനിക്ക് ഭക്ഷണത്തിനുള്ള വകയുണ്ടാവും. എന്നെ സഹായിക്കണേ. എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ. കണ്ണു കാണാൻ പറ്റാത്ത ഈ മനുഷ്യനെ സഹായിക്കണേ. അയ്യോ, എന്തെങ്കിലും തരണേ. കൂടാരത്തിരുനാളിന് കൊടിയേറിയപ്പോൾ തന്നെ അവലക്ഷണം. പൊടിമഴയൊന്ന് ചാറിയോ? ലക്ഷണം കണ്ടിട്ട് കാര്യങ്ങൾ പൊടിപൊടിക്കുമെന്നാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത്. ഭണ്ഡാരപ്പെട്ടികൾ കാലേ കൂട്ടി നിറഞ്ഞു കവിഞ്ഞോ? കാര്യസ്ഥന്റെ ആ ബുദ്ധിയും നമ്മുടെ ആ സിദ്ധിയും അങ്ങ് ചേർന്നാൽ സംഗതി ലളിതം, ഭദ്രം, സുഗമം. കാരണം വിശ്വാസികൾക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥൻ ഈയുള്ളവൻ, ദൈവപ്രീതിക്ക് സമർപ്പിക്കേണ്ട കാഴ്ചവസ്തുക്കളുടെ കലവറക്കാരൻ ഈ നിൽക്കുന്നവൻ. ഈ രണ്ടാളും അങ്ങ് ചേർന്നാൽ ഇക്കാലമത്രയും വ്യാപാരം നിർവീഘ്നം മുമ്പോട്ടായിരുന്നല്ലോ. നാണയം എണ്ണി തീർക്കാൻ കൂലിക്കാണെ വെക്കണമായിരുന്നു. ചക്രം കൈവിട്ടു പോകുമെന്നാണല്ലോ റബ്ബി ഒരു ശങ്ക. എന്താണ് കാര്യമെന്ന് വെച്ചാൽ വളച്ചുകെട്ടില്ലാതെ വിളമ്പിയാട്ടെ. ആ തച്ചൻ ഔസേപ്പിന്റെ മകൻ ചില്ലറ മന്ത്രതന്ത്രങ്ങളുമായി ഈ വഴിയൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ പ്രധാന എതിരാളികൾ നമ്മളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആളുകൾ പിറുപിറുത്ത് തുടങ്ങിയിരിക്കുന്നത് കണ്ടില്ലെന്നുണ്ടോ? വേശ്യകൾക്കും തെരുവുതണ്ടികൾക്കും വേദാന്തം ഓതുന്ന ആ പരിപാടി സിദ്ധന് ഈ ദേവാലയത്തിൽ എന്താണ് കാര്യം? അതാണ് നമുക്കും മനസ്സിലാകാത്തത്. കണ്ണിന് കാഴ്ചയില്ല സഹോദര. എന്തെങ്കിലും തന്നിട്ട് പോണേ സഹോദരങ്ങളെ. വിശപ്പ് കൊണ്ടാണ്. എന്തെങ്കിലും തരണേ. എടാ കണ്ണുപൊട്ട, നീ പിന്നെയും വന്നോ? നിന്റെ കീശയിൽ ഇത്രയും നാണയങ്ങളോ? അയ്യോ, ഭിക്ഷ എടുത്ത കാശാണ്. നിനക്കെന്തിനാടാ ഇത്? പൊറുക്കണം മേലാളന്മാരെ, പൊറുക്കണം. വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയപ്പോ ഇരുന്നു പോയതാണ്. പൊറുക്കണം പോലും, അത് ദൈവത്തിന്റെ ജോലിയാ. എങ്കിലും നീ പറഞ്ഞ സ്ഥിതിക്ക് പൗരമുഖ്യ കടന്നു പോകാതെന്ന് കിന്നാരം പറയുന്ന ചവിട്ടി നിന്നെ. അയ്യോ അയ്യോ, വിശപ്പ് കൊണ്ട് തീ പാറിയപ്പോൾ ഒരു നേരമെങ്കിലും വിശപ്പടക്കാൻ വന്നുപോയതാണ്. ഇനിയും നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. അത് ന്യായം. വിശപ്പ് കൊണ്ട് കൈ നീട്ടിയതാണ്. അപ്പോൾ പിന്നെ കാല് നീട്ടുന്നത് എപ്പോഴാണോ ആവോ. പൗരമുഖ്യ, ഞങ്ങളെ വിളിച്ചോ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ പള്ളി മുതൽ തിന്ന് പന്നി പോലെ കൊടുത്ത് പള്ളിയുറക്കം തന്നെ ശരണം. കൂടാരത്തിരുനാളിന് ദേവാലയത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കണി കാണിക്കാൻ കൊണ്ടിരുത്തിയതാവും ഈ പൊട്ടക്കണ്ണനെ. മേലാലിവനെ ഈ പടിപ്പുറത്ത് കണ്ടുപോകരുത്. തെണ്ടി, നീ കാരണം ഞങ്ങൾ വെറുതെ വഴക്ക് കിട്ടു. അങ്ങോട്ട് മാറടാ. അയ്യോ, എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ. നിന്നെ തല്ലി തല്ലി ഞങ്ങൾ മടുത്തു. നിനക്ക് യാതൊരു മാറ്റവുമില്ലല്ലോടാ. അതെ, മാറ്റമില്ലാത്ത ഒന്ന് എന്നിലുണ്ട്. വിശപ്പ്. തീരെ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ വിലക്കുകളെ ഞാൻ ബോധപൂർവം മറക്കുന്നു. ഓരോ പ്രാവശ്യവും മർദ്ദനമേറ്റു പുളയുമ്പോൾ ഇനി വിശന്നു പൊരിഞ്ഞു മരിച്ചാലും ഇവിടെ വരരുതെന്ന് ഞാൻ കരുതും. പക്ഷെ വിശപ്പ് അതൊരു സത്യമാണ്. ആ സത്യം കാർന്നു തിന്നാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ക്രൂരതകളെ ഞാൻ മറക്കുന്നു. ഇവിടെ വരുന്നു, നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നു. വേദാന്തം വേണ്ട, മേലാളന്മാർ പറഞ്ഞത് കേട്ടല്ലോ, അനുസരിച്ചാൽ മതി.
നീ മറ്റെവിടെയെങ്കിലും ഭിക്ഷയെടുത്തോ, ഇവിടെ പറ്റില്ല. നിങ്ങൾ എന്നെ മർദ്ദിച്ച് നാമാവശേഷമാക്കിയാലും ഞാൻ ഇവിടെ നിന്നും എവിടേക്കും പോകില്ല. അഥവാ എനിക്ക് പോകാനാവില്ല. നീ ഒരു കുരുടനാണെന്ന് മറക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. അതെ, ആ ഒരു കുറവേ എനിക്കുള്ളൂ, കാഴ്ചയുടെ കുറവ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിൽ ഒരു സാമാന്യ പൗരനുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കുവാൻ ആർക്കാണ് അധികാരം? അധികാരം ഞങ്ങൾക്കല്ല, പിന്നെയോ മേലാളന്മാരായ പുരോഹിത മുഖ്യനും പൗരപ്രമുഖരുമാണ് കാര്യങ്ങൾ കൈയാളുന്നത്. അതെ, അതാണല്ലോ നമ്മുടെ നാട്ടിലൊരു പാരമ്പര്യ രീതി. അതെ, ആ പാരമ്പര്യം ഏറ്റുചൊല്ലുന്ന വിശ്വാസ വൈരുദ്ധ്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ ഒരുവനുണ്ടായിരിക്കുന്നു. ആര്? നീയോ? ചിരിക്കണ്ട, സത്യമാണ്. ഒരുവനുണ്ടായിരിക്കുന്നു. ഒരു ദിനം അവൻ ഇതിലേ വരും. നിങ്ങൾ പാപികളെന്ന് വിളിച്ചാട്ടിപ്പായിച്ച് അനേകരെ ആശ്വസിപ്പിച്ച് ദുഃഖം മാത്രം കൈമുതലുള്ള എന്നെ പോലുള്ളവർക്ക് ഇപ്പോൾ ജീവിക്കാൻ കൊതിയായി തുടങ്ങിയിരിക്കുന്നു. അവൻ ഈ വഴി വരുമെന്നോ? ആര് പറഞ്ഞു നിന്നോട്? നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ മനസ്സിന്റെ ചുവരുകൾക്കുള്ളിൽ ആരോ നിരന്തരം മന്ത്രിക്കുന്നു. വരാതിരിക്കില്ല, ഞാൻ കാത്തിരിക്കും. അവൻ വരാതിരിക്കില്ല. അപ്പോൾ അതാണ് കാര്യം. അതെ അതെ, ഇവൻ ഈ തൊഴിയെല്ലാം കൊണ്ടിട്ടും ഇവിടെ കുടിയിരിക്കുന്നതിന്റെ രഹസ്യം അതാണ്. അതെ ചങ്ങാതിമാരെ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്റെ അന്ധമായ നേത്രങ്ങൾ കൊണ്ട് ഞാൻ അവനെ കാണുന്നു. ഷടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഏതോ ഒരുത്തൻ ഇതിലേ വരുന്നതുകൊണ്ട് നിനക്കെന്താടാ നേട്ടം? നിങ്ങൾക്കത് മനസ്സിലാകില്ല. അവൻ വിമോചകനാണ്. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം ഗുരുതരമാണ്. ഇനിയും ഇവനോട് നിന്നാൽ നമ്മുടെ കഞ്ഞിയിൽ പാറ്റ വീഴും. കടന്നു പോകൂ വേഗം. എഴുന്നേൽക്കട. ഇവനോട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. അയ്യോ അയ്യോ, തല്ലരുത്, എന്നെ തല്ലരുത്. നീ പോകില്ലല്ലേ? എനിക്ക് വേദനിക്കുന്നു. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. അയ്യോ, എന്നെ തല്ലരുത്. അല്ല, ഒരു ദിവ്യ സംഗീതമാണല്ലോ ഞാൻ കേൾക്കുന്നത്. അതെ അതെ, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അതേ ശബ്ദം. അതെ, അതവൻ തന്നെ. രക്ഷക, എനിക്ക് വെളിച്ചം തരണമേ. ദാവീദിന്റെ പുത്ര, എന്റെ കണ്ണിന് കാഴ്ച തരണമേ. എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. ആരാ? ആരാ? ഇതവൻ തന്നെ. അതെ, ഇതവൻ തന്നെ. രക്ഷക, എനിക്ക് വെളിച്ചം തരണമേ. എന്റെ കണ്ണിന് കാഴ്ച തരണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. മകനെ, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ദൃഢചിത്തതയോടെ കാത്തിരുന്ന നിന്റെ വിശ്വാസം അനുഗ്രഹീതമാണ്. നിന്റെയോ നിന്റെ മാതാപിതാക്കളുടെയോ പാപകാരണമല്ല നിന്റെ അന്ധത, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാക്കേണ്ടതിനാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പോയി ശീലോഹ കുളത്തിൽ കഴുകുക.
എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി. എനിക്കെല്ലാം കാണാം, എനിക്ക് ഈ ലോകത്തെ കാണാം, എനിക്ക് നിറങ്ങൾ കാണാം, പ്രകാശത്തെ കാണാം, എനിക്കെല്ലാം കാണാം, എനിക്കെല്ലാം കാണാം. നിന്റെ വിശ്വാസത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇപ്പോൾ ഈ സത്യം നീ പുറത്തു പറയരുത്. കാരണം നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധമായി ആചരിച്ചു പോരുന്ന ശാപത്തിന്മേൽ ചെളിവാരിയെറിയപ്പെട്ട കർമ്മമാണിത്. ഈ കർമ്മം അംഗീകരിക്കുവാൻ നമ്മൾക്ക് കഴിയില്ല. നീ തൽക്കാലം ഞങ്ങളോടൊപ്പം നിൽക്കൂ. ശാന്തമായി ഒന്ന് ചിന്തിക്കൂ. ശാപത്തിൽ ഇങ്ങനെ ഒരു അത്ഭുത കർമ്മം നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നടന്നു. അതെ, പൊളിച്ചെഴുതേണ്ട ദുരാചാരങ്ങളുടെ തുടക്കം എന്നിൽ നിന്ന് തന്നെ ആകട്ടെ. ശാപത്തിലും നന്മ ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ലോകം അറിയട്ടെ. ഹേ ചെറുപ്പക്കാരാ, അറിയാമല്ലോ, സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും മേലാളന്മാരാണ് ഞങ്ങൾ. കൂടെ നിന്നാൽ സമ്പന്നനാക്കാം, ആരാധ്യനാക്കാം. ഇല്ല, ഇവനോട് തർക്കിക്കുന്നതിൽ യാതൊരു ഫലവുമില്ല. വരൂ പൗരമുഖ്യ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തിനീ കണ്ണിനു കാഴ്ച തന്നു, എന്തിനെന്നിരുളിൽ വെളിച്ചമായി നീ, സത്യത്തിലെന്നും ശവമഞ്ചം തീർക്കുന്ന ഗൂഢതന്ത്രങ്ങൾ തൻ ശരമേൽക്കുവാനോ, ഗൂഢതന്ത്രങ്ങൾ തൻ ശരമേൽക്കുവാനോ. ആരംഭിക്കാം. ശാപത്തിന്മേലുണ്ടായ അകൃത്യത്തിന് കൂട്ടുനിന്ന ഈ ചെറുപ്പക്കാരന് പരമാവധി ശിക്ഷ നൽകേണ്ടത് സാമുദായിക താല്പര്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. ഇവൻ കുറ്റക്കാരനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകളായി നമ്മുടെ ആളുകൾ ഉൾക്കൊണ്ടിരുന്ന ജീവിതചര്യകളെ ഉടച്ചു വാർക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് വഴി നാടിന്റെ ആഭ്യന്തര സമാധാനത്തിന് തുരങ്കം വച്ച ഇവൻ രാജ്യദ്രോഹിയാണ്. ഇവൻ കുറ്റക്കാരനാണെന്ന് ഞാനും സാക്ഷ്യപ്പെടുത്തുന്നു. വ്യവഹാരം പഠിച്ചതിൽ സമുദായ താൽപര്യം മുൻനിർത്തി ഇയാൾ കുറ്റക്കാരൻ തന്നെയാണെന്ന് നീതിപീഠം വിലയിരുത്തുന്നു. ആയതിനാൽ ഇയാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുവാൻ നാം വിധി പ്രസ്താവിക്കുന്നു. മേലിൽ ഇയാൾക്ക് സമുദായമായോ സമുദായ വിശ്വാസികളുമായോ യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആയതിനാൽ ആളുകൾ ഇയാളെ പുറംജാതിയായി കണ്ട് ഒഴിവാക്കേണ്ടതാണ്. എനിക്ക് ദുഃഖമില്ല, പരിഭവവുമില്ല. കാരണം നിങ്ങളുടെ അധികാരം നിങ്ങൾക്കും എന്റെ വിശ്വാസം എനിക്കും അവകാശപ്പെട്ടതാണ്. എങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യത്തെ ഈ ലോകത്തോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. ഞാൻ നസ്രായനിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സത്യം പറയുന്ന നിങ്ങളെ കപടതകൾക്കും
മുഖം മൂടിയണിഞ്ഞ ഭരണചക്രത്തിനും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അതാ ജനങ്ങൾ നിന്നെ പോലെയുള്ളവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കടന്നു ചെല്ലൂ, ബോധ്യങ്ങൾക്ക് വേണ്ടി അചഞ്ചലമായി മുന്നേറൂ. പുത്തൻ തലമുറ ഇവിടെ ഉണരട്ടെ, ഉയർക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ. നീതി ജലം പോലെയും സത്യം വറ്റാത്ത ഉറവ പോലെയും പ്രവഹിക്കട്ടെ. വിശുദ്ധ തോമസ് ശ്ലീഹയുടെ കാര്യം പറയുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്, അറിയോ? കേട്ടെറിഞ്ഞു വിശ്വസിക്കാൻ, ബാക്കി അറിയില്ലേ? സാധ്യമല്ലെന്നോതി നീ, അറിയില്ല അല്ലെ? തൊട്ടറിഞ്ഞ് വിശ്വസിക്കാൻ ആഗ്രഹങ്ങൾ പഠിപ്പിച്ച, അതായത് തോമസ് ശ്ലീഹനെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് ക്രിസ്തുവിന്റെ വിശ്വാസം പ്രഘോഷിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. സുവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ യേശുവിന്റെ ഒരു വിശ്വാസം പ്രഘോഷണം തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പൊ നമുക്ക് വളരെ ഒരു മികച്ച കൈയ്യടി തന്നെ അവിടെ കൊടുക്കാം.